എഴുതുന്നത് ഞങ്ങളാരും അങ്ങനെ കാണാറില്ല. ഞങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് എഴുത്ത് തുടങ്ങുന്നത്. അച്ഛനും മക്കളും ഇതുപോലെ ജീവിതത്തിൽ മക്കളെ സ്നേഹിച്ച അച്ഛനുണ്ടോ എന്ന് ഞങ്ങൾക്കൂടെ സംശയം തോന്നിയിട്ടുണ്ട്. അത് ആ തരത്തിലായിരുന്നു അച്ഛൻ ഞങ്ങളോടുള്ള വാത്സല്യവും സ്നേഹവും എല്ലാം. അത് ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് അതുപോലെ സ്നേഹം കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് ഒത്തിരി അച്ഛൻ ഞങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് അച്ഛൻ സാഹിത്യത്തിൻ്റെ ഇതുകൊണ്ട് അച്ഛൻ്റെ ആയിട്ട് അച്ഛനിങ്ങനെ ഒരു സ്ഥലങ്ങളിൽ മീറ്റിങ്, അച്ഛൻ്റെ കൂട്ടുകാർ വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോവുക, ഞങ്ങളെ അതുപോലെ വാത്സല്യം ഉണ്ടായിരിക്കും. പക്ഷേ അമ്മയും ഞങ്ങളും മക്കളും ഈ ഗ്രാമത്തിലുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്കന്ന്. ഈ അച്ഛൻ മരിക്കുന്നതിനൊരു 2-3 വർഷം മുമ്പ് വരെ ഞങ്ങളിത് ഇന്ന് ആറാട്ടാണ് ഇവിടെ തഴയമ്പലത്ത്. ആറാട്ടിന് അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അന്ന് ഈ സൊസൈറ്റിയുടെ വാതിക്കൽ ആറാട്ട് വരുമ്പോഴത്തേക്കും അവിടെ ചെല്ലും. സൊസൈറ്റിയുടെ വാതിക്കൽ കസേരയിട്ട് കൊടുക്കും അച്ഛന്. ഞങ്ങളവിടെ ഇരിക്കും. അപ്പോൾ അച്ഛൻ ഈ നാട്ടിലെ തകഴിയുന്നൊരു സ്ഥലം അറിയുന്നത് തന്നെ അച്ഛനെ കൊണ്ടാണല്ലോ. അപ്പം നാട്ടുകാരുടെ കാര്യം പറയണ്ടല്ലോ, എല്ലാവരും കൂടും അച്ഛൻ്റെ ഒക്കെ. അന്നപ്പം ഞങ്ങൾ അച്ഛൻ്റെ ഒക്കെ നിൽക്കുമ്പോൾ അന്ന് വളരെ അഭിമാനം തോന്നിയിട്ടുണ്ട്. അച്ഛൻ്റെ മക്കളായിട്ട് ഇങ്ങനെ നിൽക്കുക, അച്ഛനും അമ്മയും കൂടെ ഉത്സവം കാണുക, ഞങ്ങളും മക്കളൊക്കെ കാണും, ചേട്ടൻ കാണും. ഇന്നിപ്പോൾ ആറാട്ട് ദിവസം ഞങ്ങൾക്ക് അതുപോലെ വിഷമമുണ്ട്. ഇന്ന് അച്ഛനില്ലല്ലോ. അമ്മ അങ്ങനെ തന്നെ വരുമെന്ന് അമ്മ വിചാരിക്കുന്നു ആറാട്ടിന്. ഇന്നലെ പറഞ്ഞപ്പം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ദുഃഖമുണ്ട് ഇപ്പോൾ. ഞങ്ങളുടെ വീട്, അതായത് അച്ഛനും അമ്മയും ഞങ്ങളുമായിട്ട് താമസിച്ച വീട്, നല്ല ഓർമ്മ വന്നത് എൻ്റെ 4ാമത്തെ വയസ്സിലാണ്. എൻ്റെ പിറന്നാളിൻ്റെ അന്നാണ് ഈ വീട്ടിൽ താമസമാകുന്നത്. അച്ഛൻ പുതിയ വീട് വെച്ച് മാറുന്നത്. എൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ ഇവിടെ ആ കാലം തൊട്ട് 1ാം ക്ലാസ് തൊട്ട് ഇവിടെ തന്നെ പഠിച്ചത്. അത് കഴിഞ്ഞ് ഈ വീടും അതിനോട് ഉള്ള ചുറ്റുമുള്ള സ്ഥലങ്ങളും ഗവൺമെൻറ് മ്യൂസിയമായിട്ട് കൊടുത്തു. അച്ഛൻ്റേതായിട്ട് ഞങ്ങളുടെ ഓർമ്മയിൽ തന്നെ അച്ഛൻ കിടന്ന കസേര, അച്ഛൻ്റെ വടി, അവസാന കാലം കൊണ്ടുവരുന്ന വടി, ചെല്ലം, മുറുക്കിക്കൊണ്ടുവന്ന ചെല്ലം, ആ അച്ഛൻ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളെല്ലാം തന്നെ മ്യൂസിയത്തിൽ കൊടുത്തിട്ടുണ്ട്, പുസ്തകങ്ങളും എല്ലാം. ബാക്കി അമ്മയുടെ കാലശേഷം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ അച്ഛൻ ഉപയോഗിച്ചതിന് ടിവിയും കട്ടിലും എല്ലാം ഗവൺമെൻറ് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷേ എങ്കിലും അച്ഛൻ്റെ ആ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഈ വീടിനും ചുറ്റിപ്പറ്റി ഇപ്പോഴും നിൽക്കുന്നതായിട്ട് മനസ്സിൽ തോന്നുകയാണ്. ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന പോലെ, മുൻവശത്തെ പണ്ട് ഞാൻ വരുന്ന ദിവസമല്ല കസേര ഇരുന്നുണ്ട് ആ മോനെ വന്നു എന്ന് ചോദിക്കുന്നത്, അതെൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്.